പർപ്പോസ്ഫുൾ ലിവിങ്, അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത്. എൻ്റെ ജന്മദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ചലഞ്ച് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയോ, അതൊരു ഓട്ടോമാറ്റിക് മോഡിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിതത്തെ ഒന്ന് നിരീക്ഷിച്ച് നോക്ക്. ഇന്ന് എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും, അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പോയിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കുന്ന നിമിഷങ്ങളും നമ്മൾ അശ്രദ്ധരായ ജീവിത നിമിഷങ്ങളിലേക്കും ഒന്ന് നോക്കാം. ഞാൻ ഇന്നെൻ്റെ ജീവിതം ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകളോട് പ്രതികരിക്കുകയാണോ? പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത്തരമൊരു ജീവിതത്തിന് വിളിക്കുന്ന പേരാണ് ഓട്ടോ പൈലറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഒരു വിമാനം ഒരു വലിയ കാര്യക്ഷമതയൊന്നും ഇല്ലാത്തൊരു പൈലറ്റിനായിട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകാൻ വിട്ട് കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തില്ലല്ലോ. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ കണ്ട് വെറുതെ അങ്ങോട്ട് സ്പോയിലായി പോവുക. മീനിങ് ഫുള്ളായിട്ട് ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. എത്ര പ്രാവശ്യം നിങ്ങൾ മൊബൈലിൽ നോക്കി സ്ക്രോൾ ചെയ്തു, എത്രമാത്രം ഇന്ന് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കേണ്ട ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതെൻ്റെ ജീവിത ലക്ഷ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് കിടക്കുന്നത്. പിന്നെ എപ്പോഴോ കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഞാൻ ഇന്നത്തെ യുദ്ധത്തെക്കുറിച്ചും ഇലക്ഷനെക്കുറിച്ചൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ട്. എനിക്കത് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ ചൂസ് ചെയ്യുകയാണോ എന്നുള്ളത്. എന്താണ് മനുഷ്യന്മാരെ ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടി നിൽക്കലാണോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ? എൻഡ്ലെസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ തോണ്ടിട്ട് വയ്ക്കാം. നമ്മളെ ജീവിതം അതൊന്നല്ല. ലക്ഷ്യവർത്തായ ജീവിതത്തിന് വേണ്ടിയുള്ള ചലഞ്ചിൻ്റെ 2ാം ദിവസം ഒരു 30 മിനിറ്റ് എടുക്കുക. എന്നിട്ട് ഫോണൊന്നും ഉപയോഗിക്കാതെ നിങ്ങളൊന്ന് നെടുന്ന് നോക്ക്, ജീവിച്ച് നോക്ക്. വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ വെറുതെ നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി നിരീക്ഷിച്ചിട്ട് ഒരു 30 മിനിറ്റ്. എന്നിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. എന്താണ് ഈ സ്ക്രോളിംഗ് ഒന്നുമില്ലാതെ മൊബൈൽ ഫോണൊക്കെ മാറി നിന്നൊരു 30 മിനിറ്റ് ജീവിച്ചപ്പം നിങ്ങളുടെ ജീവിതം എന്താണ് നിങ്ങൾക്ക് സമ്മാനിച്ചത്? ഒന്ന് നോട്ടീസ് ചെയ്യും. ലക്ഷ്യവത്തായിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കേണ്ട ചലഞ്ചിൻ്റെ 3ാം ദിവസത്തെ ചലഞ്ച് എന്നുള്ളതാണ്. നമുക്ക് ശാന്തിയുള്ളത് എപ്പോഴാണ്? അത് ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ശാന്തി, സമാധാനം ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഒരു ഫോണൊന്നും ഉപയോഗിക്കാതെ ഒരു നേരം കുറച്ചൊന്ന് ഭക്ഷണം കഴിച്ച് നോക്ക്. നമ്മൾ ഒരു സാധനം രുചിക്കുമ്പം അത് ശ്രദ്ധയോടൊന്ന് രുചിച്ച് നോക്ക്, ശ്രദ്ധയോടെ ചവച്ച് നോക്ക്, ഭക്ഷണം കഴിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശ്രദ്ധയോടെ ചെയ്യുമ്പം, എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യുമ്പം ഉണ്ടാകുന്ന വ്യത്യാസം ഒന്ന് അനുഭവിച്ചറിയാം. എന്നിട്ട് അതൊന്ന് രേഖപ്പെടുത്തുക. ലക്ഷ്യവർത്തായിട്ടുള്ള പർപ്പോസ്ഫുള്ളായിട്ടുള്ള ജീവിതം ജീവിക്കേണ്ട ചലഞ്ചിൻ്റെ 4ാം ദിവസം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഇക്കിഗായി തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. നിങ്ങളെ ഈ ഒരു രാവിലെ കരുത്തോടെ ജീവനോടെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷവാനുമാവും, നിങ്ങൾ ഊർജ്ജസ്വലരുമാവും. അങ്ങനത്തെ ഒരു 5 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക, കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ എനിക്ക് വളരെ ഹാപ്പിയും എനർജൈസ്ഡാണ്. എന്നിട്ട് അത് നടന്നുകൊണ്ട് എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ എൻ്റെ പലപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നിങ്ങൾക്ക് സന്തോഷവും എനർജൈസും ചെയ്യുന്ന കാര്യം എന്താണ്? പിന്നെ ആൾക്കാരോട് സംസാരിക്കുക, അല്ലേ? പിന്നെ രാവിലെ എഴുന്നേറ്റ് തന്നെ വ്യായാമം ചെയ്യുക, അതൊക്കെ നമ്മളെ ഹാപ്പിയും. നിങ്ങൾക്ക് എന്താണ്? അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനൊന്ന് ചലഞ്ച് ചെയ്യുക. ലക്ഷ്യവർത്തായ ജീവിതം കാഴ്ചവെക്കൽ ചലഞ്ചിൻ്റെ 5ാം ദിവസം. നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് കുറേ കഴിവുകളുണ്ട്. നിങ്ങൾക്ക് എന്തിലാണ് കഴിവുള്ളത്?
നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവ് എന്തൊക്കെയാണ്? പല കാര്യങ്ങളും സ്പീഡായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കഴിവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതുപോലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പലരും സമയങ്ങളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളും ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാനും അതൊക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നത്, എഡിറ്റ് ചെയ്ത് തീർക്കുക, അങ്ങനത്തൊക്കെ ചെയ്യാൻ കഴിവായിട്ടാണ് തോന്നി. അതുപോലെ എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത്? ഇന്ന് ഇക്കിഗായ് ചലഞ്ചിൻ്റെ ഡേ 6 ആണ്. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സേവനത്തെയും കൊണ്ടാണ്. നിങ്ങളെ സ്കില്ല് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എന്താണ്? 3 വഴികൾ പറഞ്ഞ് എഴുതി വെക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ പല അവെയർനെസ് വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരെ കാണുമ്പോൾ അവെയർനെസ് കൊടുക്കാൻ വേണ്ടി പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അങ്ങനെ എന്ത് കാര്യങ്ങളുള്ളതെന്ന് എഴുതി വെക്കുക. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 9ാം ദിവസം ഡിജിറ്റൽ നോയ്സ് ഒന്ന് കുറക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഒരു നോയ്സി ബ്രെയിനിൽ, എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുന്ന ബ്രെയിനിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ മൊബൈൽ ഫോൺ എടുക്കുക, എന്നിട്ട് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുക. പർപ്പസ് ചലഞ്ചിൻ്റെ 10ാം ദിവസം നമ്മുടെ ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോളാണ്. ഒരു 5 മിനിറ്റ് സ്ലോ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ദിവസം 4 സെക്കൻഡ് ശ്വാസം ഉള്ളോടെ എടുക്കുന്നു, ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, ഒരു 6 സെക്കൻഡ് പുറത്തോട്ട് വിടുന്നു. ഓക്കെ, ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 11ാം ദിവസം കൃതജ്ഞത ജീവിതത്തിന് ഫുൾഫിൽമെൻറ്റ് നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് നന്ദി പറയേണ്ട ഒരു 3 കാര്യങ്ങൾ എഴുതി വെക്കുക. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നന്ദി പറയേണ്ടത് ഒന്ന് എഴുതി വെക്കുക. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 12ാം ദിവസം അർത്ഥവത്തായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓൺലൈനൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പകരമായിട്ട് നമ്മൾ അവരോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള കണക്ഷൻ നിർത്തിക്കൊണ്ട് ഒരു 10 മിനിറ്റ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭാഷണം നിലനിർത്താൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 13ാം ദിവസമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ട ദിവസം. ഒരു ശ്രദ്ധയോടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചൊരു ശരീരവും ഉണ്ടായിരിക്കണം. ഒരു 20 മിനിറ്റ് ശ്രദ്ധയോടെ നടക്കുക. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 14ാം ദിവസം എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. അത് നമ്മൾ ജീവിത ലക്ഷ്യം വളരാൻ സഹായിക്കുന്നുള്ളതാണ്. ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക. 5ാം ദിവസം ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 15ാം ദിവസം നിങ്ങളുടെ ഒരു മിഷൻ, ദൗത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കഴിവ് പ്ലസ് സേവനമാണ്. ആ ചലഞ്ച് നിങ്ങൾ ഒറ്റ വാക്കിൽ, മൈ ലൈഫ് മിഷൻ ഈസ് ടു ഹെൽപ്പ് ടു ലേൺ ടു അപ്ലൈ ആൻഡ് ഷെയർ നോളജ്. അതാണ് എൻ്റെ ഒരു ലൈഫ് മിഷനായിട്ട് ഞാൻ പറയാറുള്ളത്. ഇന്ന് ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ ഡേ 16 ആണ്. നമ്മുടെ സന്തോഷത്തെ കട്ടെടുക്കുന്ന ഒരു കള്ളനേതാണ്? അത് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തലാണ്. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ നിങ്ങളൊന്നുമായിട്ട് താരതമ്യപ്പെടുത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ ഇക്കിഗായ് ചലഞ്ചിൻ്റെ 17ാം ദിവസം നമ്മളെപ്പോഴും ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇക്കിഗായിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കാരണവശാലും പഠനം നിർത്തൂല എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയുള്ള ചലഞ്ച് എടുക്കുക. നമ്മുടെ മനസ്സിനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സഹായി ആരാ? അത് നിശബ്ദതയാണ്. ഇന്ന് ഒരു 10 മിനിറ്റ് നിങ്ങൾ ശാന്തമായിട്ട് ഒന്ന് ഇരിക്കുകയും ഇതൊക്കെ ശാന്തമായിട്ട് ഇരുന്നോ അല്ല കിടന്നോ
ചിന്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. സൈലൻസ് ടൈം. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 19-ാം ദിവസം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ അത് നമ്മളെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു അൺനെസസറി ആയിട്ടുള്ള നിങ്ങളുടെ ശീലത്തെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കുക. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ ഡേ 20 ആണ്. നിങ്ങളൊരു ഐഡിയൽ ഡേ ഒന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസ്ട്രാക്ഷനും ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഐഡിയൽ ഡേ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾ ന്യൂസും മറ്റൊന്നും കണ്ടിരിക്കാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം മറ്റുള്ളവർ പെരുമാറുമ്പോഴും നിങ്ങൾ മറ്റ് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും എങ്ങനെയാവണം എന്നുള്ളൊരു ഐഡിയൽ ഡേനെക്കുറിച്ച് 2 വരി അവിടെ എഴുതി വെക്കുക. ലൈഫ് പർപ്പസ് ചലഞ്ചിൻ്റെ 21-ാം ദിവസം നിങ്ങളുടെ ഇക്കിഗായി ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നതിലേക്ക് ചെയ്താൽ എന്താവും എന്നുള്ളത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. എൻ്റെ ജീവിതത്തിൻ്റെ ഇക്കിഗായി ഇതാണ്, അത് എഴുതി വെക്കുക നിങ്ങൾ. എൻ്റേത് ഞാൻ പറഞ്ഞു, ലേൺ, അപ്ലൈ ആൻഡ് ഷെയർ നോളജ്. ഇന്ന് നമ്മുടെ ജീവിത ലക്ഷ്യ ചലഞ്ചിൻ്റെ 7-ാം ദിവസമാണ്. ജോലി നമുക്ക് പണം നൽകും, പക്ഷേ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകും. ചലഞ്ച്. പണം പ്രശ്നമല്ലെങ്കിൽ ഞാൻ ദിവസവും എന്ത് ചെയ്യും? ഒന്ന് ചിന്തിക്കാം. ഇക്കിഗായി ചലഞ്ചിൻ്റെ 8-ാം ദിവസം നമ്മൾ ഇക്കിഗായിയുടെ ഒരു കോളം ഒന്ന് ഫില്ല് ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഏറ്റവും കഴിവുള്ളത്? ലോകത്തിന് ആവശ്യമുള്ളത് എന്താണ്? നിങ്ങൾക്ക് പണം ലഭിക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഈ ഒരു സർക്കിളൊന്ന് വരച്ച് വെക്കുക.